ഹായ് ഫ്രണ്ട്സ്, ഡൂബിഗോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾക്കിനി ഗൂഗിൾ പേ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാം എന്നുള്ള സ്ക്രീൻഷോട്ട് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ കയറിയ ശേഷം ഗൂഗിൾ പേ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ കാണാം ഗൂഗിൾ പേ ടെസ് എന്നിട്ടൊരു ആപ്ലിക്കേഷൻ ഏകദേശം 10 MB വരുന്നതാണ്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്താൽ ഇതുപോലുള്ളൊരു സ്ക്രീനാണ് ആദ്യം വരിക. ഇവിടെ നമുക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് ആക്കേണ്ട മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുപോലുള്ളൊരു സെക്ഷനിലേക്കാണ് പോവുക. ഇവിടെ നമ്മുടെ ജിമെയിൽ ID, ഫോൺ നമ്പർ, പിന്നെ ജിമെയിൽ ID കൊടുത്തിരിക്കുന്ന പേര്, ജിമെയിൽ ID യിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ എന്നിവ കാണാം. റൈറ്റ് സൈഡിലുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുകയും ചെയ്യാം. മറ്റു ഗൂഗിൾ പേ ഉള്ള കസ്റ്റമേഴ്സ് നമ്മുടെ മൊബൈൽ നമ്പർ ഗൂഗിൾ പേയിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ പേരും നമ്മുടെ ജിമെയിൽ ID യിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയുമാണ് അവർക്ക് വിസിബിൾ ആവുക. ഇത് മൂന്നും ഓക്കെ ആണെങ്കിൽ, ഇത് നാലും ഓക്കെ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. ഈ സെക്ഷൻ ഗൂഗിൾ പേ നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്ന സെക്ഷനാണ്. ഇവിടെ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഗൂഗിൾ പേ ഒരു 6 ഡിജിറ്റ് OTP അയക്കും. ആ OTP ഓട്ടോമാറ്റിക്കായിട്ട് വാലിഡേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ ചെയ്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾക്ക് വന്ന മെസ്സേജിൽ നിന്നും OTP എടുത്ത് മാനുവലായിട്ട് എൻ്റർ ചെയ്തും വാലിഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സ്റ്റാർട്ട് യൂസിങ് ഗൂഗിൾ പേ ഐക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സെക്ഷനിൽ നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സെക്ഷനാണ്. ഇവിടെ നമ്മൾക്ക് 2 ഓപ്ഷനാണ് തരുന്നത് ഗൂഗിൾ പേ. ഒന്നുകിൽ നമ്മൾക്ക് സ്ക്രീൻ ലോക്ക് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 4 ഡിജിറ്റ് പിൻ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാം. നമ്മളിവിടെ രണ്ടാമത്തെ സെക്ഷനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്ത ശേഷം അവിടെ വെച്ച് 4 ഡിജിറ്റ് പിൻ എൻ്റർ ചെയ്ത് നമ്മൾക്ക് ഗൂഗിൾ പേ ലോഗിൻ പാസ്വേഡ് ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടാവുക. അപ്പോൾ സെൻറ്ററിൽ ടോപ്പിലായിട്ട് GPay എന്ന് എഴുതിയിരിക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഒരു സ്കാനറിൻ്റെ ചിഹ്നം കാണാം. റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് നമുക്ക് നമ്മുടെ ജിമെയിലിൻ്റെ ഫോട്ടോ കാണാം. തൊട്ട് താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. അവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന ലിങ്ക് കാണാം. അതിന് താഴെ പീപ്പിൾ എന്നുള്ള സെക്ഷനിൽ നമ്മൾ ആർക്കെങ്കിലും പൈസ അയച്ചാലോ നമ്മൾക്ക് ആരെങ്കിലും പൈസ അയച്ചാലോ അവരുടെ ലിസ്റ്റൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് പോകേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുന്ന സെക്ഷനിലേക്കാണ്. അതിനായി നമ്മൾക്ക് ഒന്നുകിൽ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ GPay എന്ന് എഴുതിയതിന് തൊട്ട് താഴെ ഡ്രാഗ് ചെയ്ത് താഴേക്ക് വലിച്ചാലും ആ ലിങ്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന നമ്മുടെ ജിമെയിൽ ID യിലെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താലും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാനുള്ള സെക്ഷനിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യേണ്ട സെക്ഷൻ ഉണ്ടാവുക. ഇവിടെ നമ്മുടെ പേര് കാണാം, മൊബൈൽ നമ്പർ കാണാം, റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫോട്ടോ കാണാം. അത് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെ പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന സെക്ഷനിൽ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാനുള്ള സെക്ഷനിലേക്കാണ് പോവുക. ആഡ് ന്യൂ ബാങ്ക് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു സെക്ഷനിലേക്കാണ് പോവുക. ഇവിടെ നമ്മുടെ അക്കൗണ്ടുള്ള ബാങ്ക് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ഒന്നുകിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി കണ്ടുപിടിക്കുക. നമ്മുടെ ബാങ്ക് കനറ ബാങ്കിലായതുകൊണ്ട് ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പാണുള്ളത് ബാങ്ക് അക്കൗണ്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒന്നാമത്തേൽ നമ്മുടെ മൊബൈലിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മെസ്സേജ് ബാങ്കിൻ്റെ സെർവറിലേക്ക് പോകും. ആ മെസ്സേജ് വെച്ചിട്ട് അവിടെയുള്ള ബാങ്ക് അക്കൗണ്ട് ഫെച്ച് ചെയ്തെടുക്കും, ആ മൊബൈൽ നമ്പർ ബേസ് ചെയ്തിട്ട്. മൂന്നാമത് അത് ഡിസ്പ്ലേ ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ കാണിച്ചു തരും. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു മെസ്സേജാണ് വരിക, പോപ്പപ്പ് മെസ്സേജ്. അത് അലവ് കൊടുത്തു വിടുക. രണ്ടാമത് ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വീണ്ടും വരും. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് കണ്ടുപിടിക്കുന്ന സെക്ഷനാണ്. ഇതിൽ 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് ഈ മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കണം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു പറയുന്നുണ്ട്. രണ്ടാമത് ഈ സിം, അതായത് ഈ നമ്പർ ഈ മൊബൈലിൽ തന്നെ ഉണ്ടാവണം. നമുക്ക് വേണമെങ്കിൽ നമ്പർ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് തൊട്ട് താഴെയുള്ള മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റർ ചാർജസ് അപ്ലൈ എന്ന്. അതായത് ഈ മെസ്സേജ് പോകാൻ നമ്മുടെ മൊബൈലിൽ നിന്നും ബാലൻസ് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മൊബൈലിൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കിൻ്റെ സെർവറിലേക്ക് നമ്മുടെ മൊബൈലിൽ നിന്ന് മെസ്സേജ് പോവുകയുള്ളൂ എന്ന്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു വിടുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ ഡിസ്പ്ലേ ആവും. അപ്പോൾ ലാസ്റ്റ് 4 ഡിജിറ്റാണ് ഡിസ്പ്ലേ ആവുക അക്കൗണ്ട് നമ്പറിൻ്റെ. അപ്പോൾ അത് ഓക്കെ ആണ് എന്ന് വെരിഫൈ ചെയ്ത ശേഷം അക്കൗണ്ട് നമ്പർ വെരിഫൈ ചെയ്യുന്ന സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ആക്റ്റീവായിട്ടുള്ളൊരു ATM കാർഡ് കയ്യിലെടുത്ത് വെക്കുക, അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്ന ഈ സെക്ഷനിൽ നമ്മുടെ ATM കാർഡിൻ്റെ ലാസ്റ്റ് 6 ഡിജിറ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം എക്സ്പയറി ഡേറ്റ് കൂടി എൻ്റർ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ATM കാർഡിൽ 2 ഡേറ്റാണ് ഉണ്ടാവുക. ഫ്രം ഡേറ്റും വാലിഡ് ത്രൂ ഡേറ്റ്. വാലിഡ് ഫ്രം, വാലിഡ് ത്രൂ എന്ന് പറഞ്ഞിട്ട് 2 ഡേറ്റ് ഉണ്ടാവും. അതിൽ വാലിഡ് ത്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ് ആയിരിക്കും എക്സ്പയറി ഡേറ്റ്. അത് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ATM ഡീറ്റെയിൽസ് അടിച്ച് ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷനിലേക്കാണ് എത്തുക. ഇവിടെ നമ്മളൊരു UPI പിൻ 6 ഡിജിറ്റ് UPI പിന്ന് സെറ്റ് ചെയ്യണം. ഗൂഗിൾ പേ പോലുള്ള പേയ്മെൻറ്റ് അധിഷ്ഠിത ആപ്പുകളിലെല്ലാം ട്രാൻസാക്ഷൻസിന് ഉപയോഗിക്കുന്നതാണ് ഈ 6 ഡിജിറ്റ് UPI പിന്ന്. അതായത് നമ്മൾ ഗൂഗിൾ പേ ലോഗിൻ ചെയ്യുന്ന ഒരു 4 ഡിജിറ്റ് പിന്നും അതിനുള്ളിലുള്ള എന്ത് ട്രാൻസാക്ഷൻസിനും നമ്മൾ ഈ 6 ഡിജിറ്റ് പിന്നാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ അതിന് മുമ്പ് കാനറ ബാങ്ക് അക്കൗണ്ട് നമ്പർ കാണാം. അതിന് താഴെ UPI ID കാണാം, doobigo@OKSBI. നമ്മുടെ Gmail ID doobigo@gmail.com ആണ്. അതുകൊണ്ടായിരിക്കും ഡൂബിഗോ എന്ന് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഏതെങ്കിലും ആൾക്കാർ നമ്മളെ UPI ID ചോദിച്ചു കഴിഞ്ഞാൽ ഈ ID ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഗൂഗിൾ പേ വഴി ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പർ മാത്രം കൊടുത്താൽ മതി. ഇതൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് പിൻ എന്ന സെക്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് പോവുക. അവിടെ ഒരു OTP വരും. OTP അടിച്ചു കഴിഞ്ഞ് നമ്മൾ 6 ഡിജിറ്റ് പിന്ന് നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. UPI പിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, അക്കൗണ്ട് ആഡഡ്. അതായത് നമ്മുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള മെസ്സേജാണ് വരിക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.